വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എംബ്രോയിഡറി ചെയ്യുമ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസ് വേണം എന്നാണ്. ബേസിക് ആയിട്ടുള്ള 7 സ്റ്റിച്ചസും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ തന്നെ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതുപോലൊരു റിങ്ങാണ് കേട്ടോ നമുക്ക് ആവശ്യം. പല സൈസസിലും കിട്ടും. അപ്പോൾ നമുക്ക് ഏതാ ഇഷ്ടമുള്ളത് അത് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലൊരു ക്ലോത്താണ്. അപ്പോൾ എംബ്രോയിഡറി ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ പോപ്പിളിൻ്റെ ക്ലോത്ത് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. പഠിച്ചു തുടങ്ങുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. നമുക്ക് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ചെയ്യാം. പിന്നെ വേണ്ടത് നീഡിലാണ്. പിന്നെ സിസേഴ്സ് വേണം, പെൻസിൽ വേണം. സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് കിട്ടുന്ന എല്ലാ ഷോപ്സിലും നമുക്കിതൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ത്രെഡ്സ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ സിൽക്ക് ത്രെഡും എടുത്തിട്ടുണ്ട്, നോർമൽ എംബ്രോയിഡറി ത്രെഡും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു ബുക്കാണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസൈൻസൊക്കെ ഒന്ന് വരച്ച് നോക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു സ്കെയിലും നമുക്ക് മെറ്റീരിയലിൽ വരയ്ക്കുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ ഈ റിങ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വേണ്ട ക്ലോത്ത് അതിൽ വയ്ക്കാം. എന്നിട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇത് നമുക്ക് ലൂസാക്കിയിട്ട് ഈ മെറ്റീരിയൽ വയ്ക്കാം. മെറ്റീരിയൽ വെച്ചതിന് ശേഷം ഇങ്ങനെ ടൈറ്റാക്കി കൊടുത്താൽ മതി. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ആദ്യം ഞാൻ റണ്ണിങ് സ്റ്റിച്ചാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഒരേ അളവിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക, ഒരേ അകലത്തിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ നോക്കുന്നത് ബാക്ക് സ്റ്റിച്ചാണ്. അപ്പോൾ ബാക്ക് സ്റ്റിച്ച് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഞാൻ ആദ്യം ഒരു റണ്ണിങ് സ്റ്റിച്ച് പോലെ കൊടുത്തിട്ടാണ് പിന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാക്കിലോട്ടാണ് സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുക്കാം കേട്ടോ. അടുത്തത് ചെയിൻ സ്റ്റിച്ചാണ്. അപ്പോൾ ഇതുപോലെ ഒരു ഭാഗത്തുനിന്ന് കുത്തിയെടുക്കുക. അതിന് ശേഷം ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അവിടെ തന്നെ ഉള്ളിലോട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എത്ര ഗ്യാപ്പാണോ വേണ്ടത് അത്രയും ഗ്യാപ്പിൽ നിന്ന് ഉള്ളിൽ നിന്ന് സൂചി പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാം. അപ്പോൾ അടുത്ത ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പം ഈ ആദ്യം ഇട്ടതിൻ്റെ ഉള്ളിൽ നിന്നാണ് വീണ്ടും എടുക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. അടുത്തത് ഫ്രഞ്ച് നോട്ടാണ് കേട്ടോ നോക്കാൻ പോണത്. ഇതുപോലെ കുത്തിയെടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഒരു നോട്ട് ഇട്ട് കൊടുത്തിട്ട് ഉള്ളിലേക്ക് സൂചി ഇറക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. അടുത്തത് ഫ്ലൈ സ്റ്റിച്ചാണ് കേട്ടോ. ഈ ഒരു ഫ്ലൈ സ്റ്റിച്ച് എന്ന് പറയുന്നത് നമ്മൾ ലീവ്സൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇതുപോലെ സൂചി കുത്തിയെടുത്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഇതുപോലെ തന്നെ
ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കാം. അതിനുശേഷം സെൻറ്ററിൽ നിന്ന് കുത്തിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മതി. ഈ ഒരു രീതിയിലാണ് ഫ്ലൈ സ്റ്റിച്ച് ചെയ്യുന്നത്. അടുത്തത് സാറ്റിൻ സ്റ്റിച്ചാണ്. അപ്പോൾ സാറ്റിൻ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഫില്ലിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ലീവ്സിനും അതുപോലെ തന്നെ ഫ്ലവർ പെറ്റൽസിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിവിടെ റെക്റ്റാങ്കിളും അതുപോലെ തന്നെ ട്രയാങ്കിളും റൗണ്ടിലും ഒക്കെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത് കേട്ടോ. ഒരു സൈഡിൽ നിന്ന് ഒരു എൻഡിൽ നിന്ന് എടുത്തിട്ട് അടുത്ത എൻഡിലേക്ക് കുത്തിയിറക്കാം. അപ്പോൾ ഈ രീതിയിൽ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുത്താൽ മതി. അടുത്തത് സീഡ് സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് നമ്മൾ ഫില്ലിങ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുക. ഫില്ലിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ബോർഡറിനകത്ത് അല്ലെങ്കിൽ ഫ്ലവറിനകത്തൊക്കെ വേണ്ടിയിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യണ ഒരു സ്റ്റിച്ചാണ്. ഇപ്പോൾ ഈ ഒരു സ്റ്റിച്ച് റണ്ണിങ് സ്റ്റിച്ച് പോലെ തന്നെയാണ്. പക്ഷേ റണ്ണിങ് സ്റ്റിച്ച് പോലെ സ്ട്രെയിറ്റ് ആയിട്ടോ ഒരു ലൈനായിട്ടോ അങ്ങനെയല്ല ചെയ്യുക. ഇത് അവിടെയും ഇവിടെയായിട്ടൊക്കെ ഇങ്ങനെ വിട്ട് വിട്ട് കിടക്കുന്ന പോലെയാണ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഡ്രസ്സിലൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് സ്കാറ്ററിങ് ഒക്കെ ചെയ്യുന്നത് ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കുക. നമ്മളിവിടെ 7 സ്റ്റിച്ചസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കാം കേട്ടോ. പിന്നെ ഇനി ഞാൻ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും വീഡിയോസിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഈ ഒരു 7 സ്റ്റിച്ചസ് വെച്ചിട്ട് എങ്ങനെയാണ് ഡ്രസ്സിലേക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ചസ് മാത്രമാണ് പഠിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഒരു ഡ്രസ്സിലേക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഈ സ്റ്റിച്ചസ് അതിൽ യൂസ് ചെയ്യാമെന്നൊക്കെയാണ് ഇനി ഇടാൻ പോകുന്ന വീഡിയോസിൽ പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.